റെഡി അല്ലേ? അടി 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 കൊഞ്ചടി 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 കൊഞ്ചടി. യാദൃശ്ചികമായ ഒന്ന് ക്ലാസ്സിൽ ഞാൻ ലേറ്റ് ആയതാ. അപ്പൊ ലാസ്റ്റ് ബെഞ്ചിൽ കയറി ഇരിക്കേണ്ടി വന്നു. അങ്ങനെ പരിചയപ്പെട്ടത്. കൊണ്ടിപ്പോ എങ്ങനെയാ? അടിപൊളിയാണ്. ലാംഗ്വേജ് ക്ലാസ്സിന് ഒരുമിച്ചാണല്ലോ, അപ്പോൾ അങ്ങനെയാണ് പരിചയപ്പെട്ട്. ഓല് തമ്മിൽ അങ്ങനെയാണ് പരിചയപ്പെട്ട്. ഞങ്ങളും അങ്ങനെയാണ് പരിചയം. ഞങ്ങൾ ഭയങ്കര കമ്പനി, വലിയ ഗ്യാങ് ആയി. ഇത് എക്സ്ട്രാ കമ്പനി ആയിരുന്നു. ഞങ്ങൾ 4 പേര് ഒരുമിച്ചാണെങ്കിലും ഞങ്ങളിങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ ഉണ്ടോ. അവസാനം പറഞ്ഞ് സെറ്റായി. സെറ്റായി കഴിഞ്ഞ് ഇത്രയും കാലം മുന്നോട്ട് വന്ന് നമ്മൾ വിചാരിച്ചേ ഇല്ല. 7 കൊല്ലം. 7 കൊല്ലം നല്ലത്. വെഡിങ് ലുക്കിൽ ഫസ്റ്റ് കണ്ടപ്പോൾ ആക്ച്വലി സന്തോഷം, ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ കുറച്ച് ഇമോഷണലായി പോയി. അപ്പോൾ എന്താ വെച്ചാൽ 7 കൊല്ലം ഒരുമിച്ച് ഞങ്ങളെ കൂടെ നമ്മളൊരു ഫാമിലി പോലെ നിന്നിട്ട് ഭയങ്കര സന്തോഷമാണ്. വളരെ സന്തോഷം, ഭയങ്കര സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് കണ്ടതിൽ ഭയങ്കര സന്തോഷം. സങ്കടവും അതെ. സെറ്റായി അവര് മാത്രം ഒരുമിച്ച് കുറെ കാലം ഉണ്ടാവും, നമ്മുടെ കൂടെ ഉണ്ടാവോ. നമ്മൾ എന്ത് കാര്യത്തിനും പണ്ടത്തെ പോലെ തന്നെ നമ്മൾ കോളേജിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങളോട് എന്നും ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. ഹാപ്പി മാരീഡ് ലൈഫ്. It's like running through an open door. It's like finding what you're looking for. We've been waiting, we won't wait no more. Every season, every memory made, all the dreaming led us here today. Can you see it? We got a beautiful story. Every moment on and on, we got a beautiful story. And we've only just begun. The best is yet to come. The best is yet to come. Never felt my heart beat so wild while the sunset sets the night on fire. You and me here, and it feels so right. We got a beautiful story. Every moment on and on, we got a beautiful story. ഇപ്പൊ റോമിയുടെ കൂടെ 10 വർഷമായി. 10 വർഷമായത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ചെക്കനുണ്ട്, വലിയ തരക്കേടില്ല, അങ്ങനെ പറഞ്ഞു ആദ്യം. എന്നിട്ട് പിന്നെ ഇവൻ എന്നോട് മിണ്ടാൻ തുടങ്ങി. നമ്മൾ ത്രൂ ഫോണെ ഇതുവരെ സംസാരിച്ചിട്ടുള്ളൂ. മെൽവിനെ ഇപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ ലൈഫിൽ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നേ ഇല്ല. എൻ്റെയും അവരുടെയും എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. അങ്ങനെ ഒരു ഡെയിലി കോണ്ടാക്റ്റിൽ പോവായിരുന്നു നമ്മൾ. സോ മെൽവിയോട് ഞാൻ ഇടയ്ക്ക് ചോദിക്കും, കാര്യത്തിലാണോ തേക്കോ ചോദിക്കും. അപ്പം പറയും, എനിക്ക് അവളല്ലാതെ വേറൊരു പെണ്ണ് കിട്ടില്ലടി, എനിക്ക് അവളെ തന്നെ വേണം പറയും. റോമിയും ഭയങ്കര ഷുവറായിരുന്നു. ഇവർ ആദ്യം തൊട്ടേ ഷുവറാണ്. ഇതെങ്ങനെയും നടത്തിയെടുക്കുന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു രണ്ടും. പിന്നെന്താ ഭയങ്കര സന്തോഷം കണ്ടിട്ട്. ഞാൻ ശരിക്കും ഇമോഷണലായി അവരവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ. ഇതെങ്ങനെ സാധിച്ചെടുത്തു എന്നൊക്കെ. പാർട്ട്നേഴ്സിലും കൂടുതൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പം അതൊരു ഭാഗ്യമാണ്. ഉടനെ
ഇങ്ങനെ സീരിയസ് ലൈഫിലോട്ടൊന്നും പോലെ ഇതുപോലെ തന്നെ തുടരുക, അലമ്പായിട്ട് തന്നെ അങ്ങോട്ട് പോട്ടെ കാര്യങ്ങള്. പിന്നെ ഹാപ്പിയാണ് അവർ രണ്ടും ഒന്നിച്ച്. അവരെ അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ, ആ കല്യാണം കഴിക്കണം എന്നൊക്കെ. സപ്പോർട്ടീവാണ് ചേച്ചി. ഞാൻ ഇപ്പോൾ എന്തായാലും എനിക്കിതിൽ പഠിക്കാൻ പോകണമെന്ന് പറയാനും എന്തെങ്കിലും വേണമെന്ന് പറയാൻ ചേച്ചി അതിന് മുൻകൈ ചേച്ചി അത് എന്താ ചെയ്തു തരും. ആ ഒരു ഗൗണിൽ കേട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, സുന്ദരിയായിരുന്നു. ഹാപ്പി മാരിഡ് ലൈഫ് ഡിയേഴ്സ്. എന്നൂരണ്ണനക്ക് എന്നോടലണ്ണനക്ക് ഞാൻ കാതലിക്ക മാട്ടേൻ, കല്യാണം പണ്ണ മാട്ടേൻ. ഇത് സത്യം സത്യം സത്യം.